സാറേ, നമ്മുടെ വഖഫ് ബില്ല് ഇപ്പോൾ ഇതാ രാജ്യസഭയിലും ചർച്ചകൾ നടന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്കുള്ളിൽ, പാർലമെൻറ്റിനുള്ളിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് കസറിയത് കേരളത്തിൽ നിന്ന്. ബാക്കി പ്രതിപക്ഷ എം പിമാരെല്ലാം നനഞ്ഞ പടക്കമായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. സഭയ്ക്ക് പുറത്ത് പ്രത്യേകിച്ചും ഈ വിഷയം ഇങ്ങനെ കത്തിച്ചെടുക്കുന്നതിൽ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ ഈ വഖഫ് നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ ഷോൺ ജോർജ് വഹിച്ച പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിന് പുറത്ത് ഷോൺ ജോർജിൻ്റെ സംഭാവനകൾ ഈ കാര്യത്തിൽ വിലമതിക്കാനാകാത്തതാണ്. ഷോൺ ജോർജിനെ സഭാ നേതൃത്വം ഉയർത്തിപ്പിടിക്കുമോ? ഷോൺ ജോർജിൻ്റെ ഭാവി അവരുടെ കയ്യിൽ ഭദ്രമാണോ? ഈ സഭാ നേതൃത്വവും മെത്രാന്മാരും ഒക്കെ ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അത് ഷോൺ ജോർജ് വഴിയാണ് പോകുന്നത്. അത്തരത്തിൽ ബന്ധമുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ വഖഫ് പ്രശ്നം ഉണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് കൃത്യമായും ഈ ഭേദഗതി ബില്ലിനെക്കുറിച്ച് കൃത്യമായും ഷോൺ ജോർജ് ഈ സഭാ നേതൃത്വങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കയറി ഇറങ്ങി അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ ആക്ഷേപിച്ച് പറയുമല്ലോ, അരമനകളുടെ തിണ്ണ നിരങ്ങി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും. അതെ. പക്ഷെ അതിനപ്പുറത്ത് അരമനകൾ കയറി ഇറങ്ങി ഈ മെത്രാന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ ഈ കാര്യം വേണ്ട വിധത്തിൽ അവരെ ബോധവൽക്കരിച്ചു. അങ്ങനെ പറയുന്നതാകും ശരി. ആണോ? അത് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാനായിട്ട് ഷോൺ ജോർജിന് കഴിഞ്ഞു. സഭയ്ക്കകത്ത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ശക്തമായിട്ട് ബ്രിട്ടാസിനും രാധാകൃഷ്ണനും ഒക്കെ അതിശക്തമായ മറുപടി കൊടുത്തു. രാധാകൃഷ്ണനോട് സുരേഷ് ഗോപി പറഞ്ഞല്ലോ, നിങ്ങൾ നിയമസഭയിലെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിങ്ങൾ പ്രമേയം പാസ്സാക്കി അത് ബില്ലാക്കിയല്ലോ, ഇതെടുത്ത് അറബിക്കടലിൽ ഒഴുക്കേണ്ടി വരും. ആ ഒഴുകുന്ന നാള് നിങ്ങൾ നോക്കി, അറബിക്കടലിൽ അത് മുങ്ങിത്താഴുമെന്നാണ്. താഴും, അത് നോക്കിയിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നേരെ ചാടിക്കടിക്കുകയാണ്, നിയമസഭയെ അവഹേളിച്ചു, അങ്ങനെ എങ്ങനെയാണ് സുരേഷ് ഗോപി അത് വലിയ കാര്യമാക്കാൻ? അങ്ങനെയാണെങ്കിൽ സാർ, ഇവർ പാർലമെന്റിൽ പോയി ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രസംഗിക്കുന്നത് പാർലമെന്റിനെ അധിക്ഷേപിക്കലല്ലേ? ആന്നോ? ഇവിടുന്ന് 19 എണ്ണത്തെ വിട്ടിട്ടില്ലേ? 19 അല്ലല്ലോ, 19 പേര് സുരേഷ് ഗോപി ലോക്സഭയിൽ, അല്ലാതെ രാജ്യസഭയിലും കുറെ ആൾക്കാരുണ്ടല്ലോ. രാജ്യസഭയിൽ ജോർജ് കുര്യൻ രാജ്യസഭാംഗമാണല്ലോ. അദ്ദേഹം വളരെ ശക്തമായ മറുപടി കൊടുക്കുകയുണ്ടായി. ഈ എമ്പുരാൻ സിനിമയിൽ ക്രൈസ്തവ വിഭാഗത്തെ അവഹേളിക്കുന്നുണ്ട്. ആ പേരിൽ പണ്ട് പാല ബിഷപ്പ് ഹൗസ് ഒക്കെ ആക്രമിച്ചല്ലോ കോൺഗ്രസ്സുകാര്. അതൊക്കെ കൃത്യമായി എടുത്തിട്ട് ജോർജ് കുര്യൻ പറയുകയുണ്ടായി. അപ്പോൾ ഇവരെല്ലാം കൂടി BJP ക്രൈസ്തവ നേതൃത്വത്തെ മുഴുവൻ BJP ഇങ്ങോട്ടേക്ക് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഷോൺ ജോർജ് നോക്കിക്കോ, ഇവരുടെ ഇടയിൽ ഒരു വലിയ ഹീറോയായി മാറി. ഷോൺ ജോർജിന് ഇപ്പോൾ ഇനിയും പുതിയ പദവികളിലേക്ക് തന്നെ വരും. ഷോൺ ജോർജ് അടുത്ത തവണ, അതായത് 26-ൽ പൂഞ്ഞാറിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അല്ല, അതിനു മുമ്പായിട്ട് ഇപ്പൊ BJPയുടെ പുനഃസംഘടന വരുമ്പോൾ ഇപ്പൊ ജനറൽ സെക്രട്ടറിമാരുണ്ട്. നിലവിൽ 4 പേരല്ല, അതിൽ ഒരാളായിരിക്കും ഷോൺ ജോർജ് എന്നുള്ളതാണ്. ഈ നമ്മുടെ ജോർജ് കുര്യൻ, നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ 4 ദശകം പാർട്ടിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ് പിന്നീട് മാത്രമാണ് ഈ ജനറൽ സെക്രട്ടറിയിലേക്ക് വന്നത്. പക്ഷേ ഈ അവസാനത്തെ പക്ഷേ 10 കൊല്ലത്തിനകമാണ് അദ്ദേഹം പ്രധാന പദവികളിൽ. BJPയുടെ ആദ്യകാല ആളായിരുന്നു ജോർജ് കുര്യൻ. അന്നത്തെ കാലത്തൊക്കെ കോട്ടയം അദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ BJP എന്ന് കേട്ടാൽ അറപ്പും വെറുപ്പും ഒക്കെ അടികിട്ടുന്ന കാലമായി. അതെ. അപ്പോൾ ഷോൺ ജോർജിന് ഇങ്ങനെ ഒരു പദവിയിലേക്ക് വരും. പ്രത്യേകിച്ച് പുനഃസംഘടന അടുത്തിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നേതൃത്വവും വന്നിരിക്കുകയാണ്. ഇപ്പൊ മുനമ്പങ്കാര് തന്നെ ഷോണിനെ ഒരു താരമാക്കി, വലിയ ഹീറോയാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലെബനിലെ യാക്കോബായ സഭയുടെ പുതിയ കത്തോലിക്ക ബാബയെ അധികാരമേൽക്കുന്ന സംഘം ഇവിടുന്ന് ഒരു കേന്ദ്ര സംഘം പോവുകയുണ്ടായി, സർക്കാർ അയച്ചു. അതിലെ സംഘത്തിലെ ഒരാളാണ് ഷോൺ ജോർജ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോൺ ജോർജിന് വലിയ അർഹിക്കുന്ന ഗൗരവത്തോടെ ഷോൺ ജോർജിനെ പരിഗണിക്കുകയാണ് കേന്ദ്ര
സർക്കാരും BJP കേന്ദ്ര നേതൃത്വവും. എന്താണെന്ന് ചോദിച്ചാൽ ഇത് BJP ലക്ഷ്യം വെക്കുന്നത് പിന്നെ ന്യൂനപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിലൊരു പ്രബല വിഭാഗമാണ് ക്രിസ്ത്യൻ. അത് ഷോണിലൂടെയും PC ജോർജിലൂടെയും അതുപോലെ തന്നെ BJPയോട് അനുഭാവത്തിൽ നിൽക്കുന്ന ജേക്കബ് തോമസ് ഇവരെ പോലുള്ളവരിലൂടെ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ള അൽഫോൻസ് കണ്ണന്താനം ഒക്കെ, അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിച്ചു. അതെ, അനൂപ് ആന്റണി മീഡിയ സെല്ലിന്റെ പ്രഭാരിയായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇത് BJP വളരെ ലക്ഷ്യമിടുന്ന കാര്യമാണ്. അതിന് BJP വിചാരിച്ചതിനപ്പുറത്തേക്ക് മാറി. ഈ അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ച ഈ കാര്യം അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിലെ UDF രാഷ്ട്രീയത്തിനും കോൺഗ്രസിനും വലിയ പരിക്കുകൾ ഉണ്ടാക്കി. കോൺഗ്രസിന് പരിക്കുണ്ടാക്കും തീർച്ചയായിട്ടും. കാരണം എപ്പോഴും കോൺഗ്രസ് അവരുടെ ഒരു പ്രധാന വോട്ട് ബാങ്ക് ആണല്ലോ. കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടുള്ളവരാണ് ക്രിസ്ത്യാനികൾ. അതെ, നമ്മളൊക്കെ പറയാറില്ലേ, അച്ചായന്മാരാ, അത് മുഴുവൻ കോൺഗ്രസിനാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇലക്ഷൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന ഇനി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം വരുന്നതൊക്കെ ഈ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് അച്ചായന്മാരൊക്കെയാണ് വരുന്നത്. അതൊക്കെ കോൺഗ്രസിനുള്ള ഇങ്ങനെ കണ്ടിരുന്നു. 2014 BJP അധികാരത്തിൽ വരുമ്പോൾ BJPക്കെതിരെ ഇവർ നടത്തിയ ദുഷ്പ്രചരണമൊക്കെ വർഗീയ പാർട്ടിയാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ് പറയുന്നത്, ഭീകരതയാണ്, മറ്റതാണ്, മാങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയവരല്ലേ. അതെ, നമ്മുടെ ഒന്നാലോചിച്ച് നോക്ക്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞൊരു കാര്യം, റബ്ബറിന് 300 രൂപ തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം. അന്ന് BJP കേരള നേതൃത്വം വളരെ വൈറലായി. ഗോവിന്ദന് പിന്നെ ഹാലിളയില്ലേ. കാരണം ഈ ഒരു ബിഷപ്പ് കയറി ഇങ്ങനെ പറയുമ്പോഴേ ബിഷപ്പന്മാര് മലബാറിൽ നിന്ന് ഈ ബിഷപ്പന്മാരെയൊക്കെ ഇങ്ങനെ ഇവരൊക്കെ തന്നെയാണെന്ന് ക്രൈസ്തവരെ അകറ്റി നിർത്തിയത്. BJP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളത് പേടിപ്പിച്ചും അതിന് BJP ചെയ്യുന്നത് അതാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം അറിഞ്ഞു കളിക്കുന്നത്. ഇവരെ പോലുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരും. PC ജോർജിനെ ആയാലും ഷോണിനെ ആയാലും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു BJPയുടെ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ്. ചെറുപ്പക്കാരായ ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിനും അനിൽ ആന്റണിക്കും അനൂപ് ആന്റണിക്കും ഒക്കെ അവസരം കിട്ടിയത്. ഷോൺ ജോർജ് അത് കൃത്യമായിട്ട് അത് ധരിപ്പിച്ചില്ലേ. ഷോൺ ജോർജിനും PC ജോർജിനും കൃത്യമായ മറുപടി പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ കൊടുക്കണമെന്നുണ്ട് ചേർക്കാൻ. പൂഞ്ഞാറിലെ PCയെ 2021 തോൽപ്പിച്ചത് ഈ SDPIക്കാരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടാണല്ലോ. അവർക്കുള്ള ഒരു മറുപടി തന്നെയാണ്. അവരുടെ കുഴപ്പം മനസ്സിലാക്കിയിട്ടാണല്ലോ PC ജോർജ് അവർക്കെതിരെ തിരിഞ്ഞത്. അപ്പോഴാണല്ലോ പിന്നെ പരാജയം ഉണ്ടായത്. പൂഞ്ഞാറാക്കി മാറ്റിയത് PC ജോർജ് ആണെന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവരും ഒന്നിച്ചു പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയൊരവസരം PC-യും ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഷോണിലൂടെ വീണ്ടും കൂടുതൽ ക്രൈസ്തവരെ ഇതിലേക്ക് ചേർത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് BJPക്ക് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് പ്രതിഫലിച്ചു തുടങ്ങും. അതിൻ്റെ സൂചന നോക്കിയോ ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ കാണും. തദ്ദേശ സ്ഥാപനങ്ങളിൽ താഴെത്തട്ടിലുള്ള അതല്ലേ വരുന്നത്. അവിടെ മുതൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.